വചനയാത്രയിൽ ഇന്ന് നമ്മെ സഹായിക്കുന്നു വെരി റവറൻ മോൺസിഞ്ഞോർ ഡോക്ടർ നിക്കോളാസ് പാളയം ഫൊറോന വികാരി. ആഗമനകാലത്തിൻ്റെ രണ്ടാം ഞായറിലേക്ക് പ്രവേശിക്കുന്ന വചനയാത്രക്കാരെ കർത്താവിന് നമുക്ക് വഴിയൊരുക്കാം. ഇന്നത്തെ വചനഭാഗങ്ങൾ ഏശയ 40 1 മുതൽ 5 വരെയും 9 മുതൽ 11 വരെയും, സങ്കീർത്തനം 85, പത്രോസ് എഴുതിയ 2 ലേഖനം 3 8 മുതൽ 14 വരെയും, വിശുദ്ധ മർക്കോസ് 1 അധ്യായം 1 മുതൽ 8 വരെയുമുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഒന്നാമത്തെ വായനയിൽ മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ എന്ന സൂചനയാണ് കാണുന്നത്. ഇടയനായ ദൈവം ശക്തിയോടെ വരുന്നു. ആട്ടിൻകുട്ടികളെ മാറോടണച്ചുകൊണ്ട്, തള്ളയാടുകളെ സാവധാനം നയിച്ചുകൊണ്ട് ദീർഘക്ഷമയോടുകൂടിയാണ് ദൈവം വരുന്നത്. ദൈവം പ്രതീക്ഷിക്കുന്നത് നീതിയും കാരുണ്യവും വിശ്വസ്തതയും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ്. ഇനി നമുക്ക് വിശുദ്ധ മർക്കോസിൻ്റെ തിരുവചനത്തിലേക്ക് പ്രവേശിക്കാം. വേദപുസ്തകം തുടങ്ങുന്നത് ആരംഭം അഥവാ ആദിയിൽ എന്ന വാക്കുകൊണ്ടാണ്. ഉൽപ്പത്തി 1 അധ്യായം 1 വചനം. അതുപോലെ മർക്കോസും യേശുക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടികർമ്മം ആരംഭിക്കുന്നു എന്ന സൂചനയാണ് ഇന്നത്തെ തിരുവചനത്തിൽ നൽകുന്നത്. മർക്കോസ് യേശുവിനെ ദൈവപുത്രൻ എന്നാണ് വിളിക്കുന്നത്. പഴയ നിയമ വാഗ്ദാനം അനുസരിച്ച് സ്നാപക യോഹന്നാനെ വഴിയൊരുക്കുന്നവനായും യേശുവിനെ വരാനിരിക്കുന്ന കർത്താവായും മർക്കോസ് അവതരിപ്പിക്കുന്നു. ഏശയ 40:3 തിരുവചനത്തെ, അതായത് മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ, മലാക്കി 3:1 ഇതാ എനിക്ക് മുമ്പ് വഴിയൊരുക്കാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു എന്ന വചനവും, പുറപ്പാട് 23:20 ഇതാ നിനക്ക് മുമ്പേ ഒരു ദൂതനെ ഞാൻ അയക്കുന്നു എന്ന 2 വേദവചനങ്ങളും കൊണ്ട് മോടി പിടിപ്പിച്ച് പ്രവചനങ്ങളുടെ നിര തീർക്കുകയാണ് വിശുദ്ധ മർക്കോസ്. ഈ 3 പാഠങ്ങളും സംയോജിപ്പിച്ച് മർക്കോസ് 4 പ്രധാന നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നു. 1. മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കാൻ വന്നവൻ എന്ന യേശയുടെ പ്രവചനം സ്നാപക യോഹന്നാനിൽ നിറവേറി. 2. സ്നാപക യോഹന്നാൻ ദൈവത്തിൻ്റെ ദൂതനാണ്. മലാക്കി 3:1. മർക്കോസിൽ മംഗളവാർത്ത അറിയിക്കുന്ന ഗബ്രിയേൽ ദൂതനില്ല. പകരം കർത്താവിൻ്റെ ദൂതറിയിക്കുന്ന ദൂതൻ സ്നാപക യോഹന്നാനാണ്. 3. നിനക്ക് മുമ്പേ എന്ന പുറപ്പാട് സൂചന ഇസ്രായേലിനെ കുറിച്ചും അവർക്ക് നേതൃത്വം നൽകിയ മോശയെക്കുറിച്ചുമാണ്. ഇപ്പോൾ അത് യേശുവാണെന്ന് മർക്കോസ് വ്യാഖ്യാനിക്കുന്നു. യേശുവാണ് പുതിയ ഇസ്രായേലും പുതിയ മോശയും. 4. യേശു കർത്താവാണെന്ന് വിശുദ്ധ മർക്കോസ് ഓർമ്മപ്പെടുത്തുന്നു. പാപമോചനത്തിലുള്ള അനുതാപത്തിൻ്റെ സ്നാനത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. സ്നാപക യോഹന്നാൻ സൂചിപ്പിക്കുന്നത് ദൈവരാജ്യം വരാൻ മനുഷ്യർ പാപത്തിൽ നിന്ന് പിന്തിരിയണം, പാപങ്ങൾ ക്ഷമിക്കാൻ ദൈവം സന്നദ്ധനാണ്. അതിന് ദൈവം തന്നെ മുൻകൈയെടുക്കുകയും ചെയ്യുന്നു. ദൈവം വിളിക്കുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. പാപത്തിൽ നിന്ന് പിന്തിരിയുന്നവൻ, ജീവിതത്തിന് പുതിയ ദിശാബോധം കൊടുക്കാൻ തയ്യാറുള്ളവൻ, ഇങ്ങനെയുള്ളവർ സ്നാനം സ്വീകരിച്ച് അത് പരസ്യമായി പ്രകാശിപ്പിക്കണമെന്ന് സ്നാപക യോഹന്നാൻ ആവശ്യപ്പെടുന്നു.
മെറ്റനോയ എന്ന ഗ്രീക്ക് പദമാണ് അനുതാപത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വാക്കിൻ്റെ അർത്ഥം മനസ്സിൻ്റെ മാറ്റം എന്നാണ്. എന്നാൽ ഹെബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം പൂർണ്ണ തിരിച്ചിൽ എന്നാണ്. അതായത് ഹൃദയവും മനസ്സും ഇച്ഛാശക്തിയും സ്വഭാവവും ദൈവത്തിലേക്ക് തിരിയണം. മെറ്റനോയ എന്ന ഗ്രീക്ക് പദമാണ് അനുതാപത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വാക്കിൻ്റെ അർത്ഥം മനസ്സിൻ്റെ മാറ്റം. എന്നാൽ ഹെബ്രായ ഭാഷയിൽ പൂർണ്ണ തിരിച്ചിൽ എന്ന് അർത്ഥമുണ്ട്. അതായത് ഹൃദയവും മനസ്സും ഇച്ഛാശക്തിയും സ്വഭാവവും ദൈവത്തിലേക്ക് തിരിയണം. ഒപ്പം പാപങ്ങൾ ഏറ്റുപറയുകയും വേണം. സ്വന്തം പാപങ്ങൾ അംഗീകരിക്കുകയും അത് പരസ്യമായി ഏറ്റുപറയുകയും ചെയ്യുന്നതിനെയാണ് അനുതാപം എന്ന് പറയുന്നത്. അനുരഞ്ജന കൂദാശയുടെ ആദ്യ ചുവടുവയ്പ് ഇവിടെ കാണാം. സ്നാപകന്റെ അടുക്കല് ജനങ്ങൾ എത്തിയെന്ന് വേദപുസ്തകം പറയുന്നു. BC 515 സെറുബാബേൽ ദൈവാലയം പുതുക്കി പണിതു. തുടർന്ന് എസ്ര, നെഹമിയ എന്നിവർ ഇസ്രായേലിനെ നയിക്കുന്നു. ആ സമയത്താണ് പഴയ നിയമത്തിലെ അവസാന പ്രവാചകനായ മലാക്കി ശുശ്രൂഷ നിർവഹിക്കുന്നത്. മലാക്കിയുടെ മുടങ്ങിക്കിടന്ന പ്രവാചകത്വം സ്നാപക യോഹന്നാനിൽ പുതിയ തുടക്കം കുറിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ജനം ദൈവം തങ്ങളെ വീണ്ടും സന്ദർശിച്ചിരിക്കുന്നു എന്ന ധാരണയിൽ സ്നാപക യോഹന്നാന്റെ ചുറ്റും ഓടിക്കൂടുന്നു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ ഏലിയയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് സൂചനയുണ്ട്. അതുതന്നെയാണ് സ്നാപക യോഹന്നാനിലും നമ്മൾ കാണുന്നത്. ഈ വസ്ത്രധാരണത്തിലൂടെ പ്രവാചക നിരയിലാണ് താനെന്ന് സ്നാപക യോഹന്നാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആഹാര ക്രമീകരണം സൂചന നൽകുന്നത് സ്നാപക യോഹന്നാൻ താപസനാണ്, മതനിഷ്ഠയനുസരിച്ച് ശുദ്ധമായ ജീവിതം നയിക്കുന്നവനാണ് എന്നൊക്കെയാണ്. എന്നേക്കാൾ ശക്തനായവൻ എന്ന പ്രയോഗത്തിലൂടെ ദൈവഭരണം ആഗതമാകുന്ന സമയത്ത് ദൈവം ശക്തിയോടെ വരുമെന്ന സങ്കല്പം യേശുവിൽ നിറവേറുമെന്ന സൂചന സ്നാപക യോഹന്നാൻ നൽകുന്നു. ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും യോഗ്യതയില്ലെന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് ചെരുപ്പിൻ്റെ വാറഴിച്ചു കൊടുത്തിരുന്നത് അടിമകളാണ്. യേശുവിൻ്റെ അടിമയാകാനുള്ള അർഹതയില്ലാത്ത സ്നാപക യോഹന്നാൻ തൻ്റെ അയോഗ്യതയും യേശുവിൻ്റെ മഹത്വവും ഏറ്റുപറയുന്നു. മത്തായിയും ലൂക്കായും സാക്ഷ്യപ്പെടുത്തുന്നത് യേശു പരിശുദ്ധാത്മാവിനെ കൊണ്ടും അഗ്നിയെക്കൊണ്ടും സ്നാനം നൽകുമെന്ന്. യുഗാന്ത്യത്തിൽ രാജ്യത്തിൻ്റെ ആഗമനം കാറ്റിൻ്റെയും അഗ്നിയുടെയും അകമ്പടിയോടെ ആയിരിക്കുമെന്ന് വിശ്വസിച്ചിരുന്നു. ഈ പാരമ്പര്യത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കാം പെന്തക്കോസ്താ തിരുനാളിൽ കൊടുങ്കാറ്റിൻ്റെ ആരവത്തോടെ അഗ്നിനാവുകൾ അപ്പസ്തോലന്മാരിൽ വന്നു പതിച്ചത്. ഞാനാണ് വഴി, ഞാൻ വഴിയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് പോവുകയില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച യേശുവിൻ്റെ വരവിനായി നമുക്ക് വഴിയൊരുക്കാം. ഞാനെന്ന ഭാവം വെടിഞ്ഞ് നമ്മളെന്ന ഭാവത്തിലേക്ക് വളരാം. സ്നാപകനെ പോലെ എളിമപ്പെടാം. ആത്മാവിനാലും അഗ്നിയാലും സ്നാനമേൽക്കാം. ഏലിയായുടെയും സ്നാപകൻ്റെയും തീഷ്ണതയിൽ നമുക്ക് ഉണരാം, ഉയരാം. ഇന്നത്തെ മരണ സംസ്കാരത്തിൽ നിന്ന് ജീവൻ്റെ സംസ്കാരത്തിലേക്ക് നമുക്ക് കുതിച്ചു പായാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.